ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പൊ സച്ചി പറയാണ്, എടാ നീ തുടങ്ങടാ, നീ തുടങ്ങാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം, നീ രക്ഷപ്പെടുന്നതേ എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, എടാ ഞാൻ തുടങ്ങൂടാ, ബിസിനസ് തുടങ്ങി ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത്, മോനെ സുധി, ഇവൻ പറയുന്നത് കേട്ടിട്ട് എന്തിനാ നീ മറുപടി കൊടുക്കാൻ നിൽക്കുന്നത്? നിന്റെ പേരിൽ അയച്ച പൈസ, നിനക്ക് അയച്ച പൈസ. അതെ അതെ, എൻ്റെ പേരിൽ എനിക്ക് അയച്ച പൈസയാ. അതിന് ഇവനെന്താ കുഴപ്പം? അതാ ഞാൻ പറഞ്ഞത്, നിന്റെ പേരിൽ നിനക്ക് അയച്ച പൈസ, അതിന് ഇവനെന്താ കുഴപ്പം? ഇവനെ വേറൊന്നും അല്ല, ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ, അതിൻ്റെ നെഞ്ചരിച്ചില്ല ഇവന്. അത് ഓർത്തിട്ട് ഇവന് ഒരു സമാധാനവും ഇല്ല. ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആ പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അസൂയ കുശുമ്പ് ഒക്കെ ഉണ്ടാകും. മോൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. മോന് ബിസിനസ് തുടങ്ങുക നല്ല രീതിയിൽ തന്നെ. മോൻ ബുദ്ധിമാനായതുകൊണ്ടേ പെട്ടെന്ന് ബിസിനസ്സിൽ വെച്ച് കയറും. പിന്നെ നിനക്ക് കൂട്ടായിട്ട് നല്ലൊരു ഭാര്യേനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രുതി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മോനെ നീ പേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കല്ലേ പെട്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ ഓർത്തത്, ഇവന്റെ പേരിലേക്ക് അയച്ചെന്നോ? അതെങ്ങനെ ശരിയാകും? അല്ല, അതെങ്ങനെ ശരിയാകും? നിന്റെ പേരിലേക്ക് ഈ നിന്റെ അമ്മായി അച്ഛൻ പൈസ അയച്ചു. ദേ, നിന്റെ ഭാര്യ ചത്തൊന്നും പോയിട്ടില്ലല്ലോ, നിന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാളുടെ മകള് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ പിന്നെ അതെങ്ങനെ ശരിയാകും? കൂട്ടി വായിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അല്ല അച്ഛാ, എനിക്ക് ക്യാഷ് തരണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. അത് അച്ഛൻ ആരുടെ കയ്യിൽ കൊടുക്കും? എൻ്റെ കയ്യിൽ തരുമോ രേവതിയുടെ കയ്യിൽ കൊടുക്കുമോ? എൻ്റെ കയ്യിലല്ലേ തരത്തുള്ളൂ. രേവതി, നിനക്ക് ക്യാഷ് തരണമെന്ന് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിൽ കൊടുക്കും? അല്ല സച്ചേട്ടാ, ഇതിപ്പോ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇങ്ങോട്ട് ചോദ്യം വേണ്ട, ഞാൻ പറയുന്നതിന് ആൻസർ താ. അത് പിന്നെ അമ്മ എനിക്ക് തരും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്. ശ്രീകാന്തിന്റെ ഭാര്യയെ നിർത്ത് സച്ചേട്ടാ, എനിക്ക് മനസ്സിലായ ചോദ്യം. വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നെയാ തരാൻ പോകുന്നത്. ആ അപ്പം എല്ലാവരുടെയും അച്ഛൻ അവരവരുടെ മക്കളുടെ കൈ കൊടുക്കും. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? കാരണമുണ്ട്. മക്കൾക്ക് കാശ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മക്കളുടെ പേരിൽ അയക്കത്തുള്ളൂ, നാട്ടുകാരുടെ പേരിൽ അയക്കത്തില്ലെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. പാർലറേട്ടത്തിയുടെ അച്ഛന് ക്യാഷ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പാർലറേട്ടത്തിക്കല്ലേ കൊടുക്കേണ്ടത്? അല്ല, ഇവന്റെ അക്കൗണ്ടിലേക്കല്ലേ വന്നത് ക്യാഷ്? അതിലെന്തോ ദുരൂഹതയില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് പറഞ്ഞു, അത് ശരിയൊക്കെ തന്നെയാ, പക്ഷേ നീ അത് മിണ്ടാതിരിക്കെ, പോട്ടെ, അത് സാരമില്ല. അത് സാരമില്ലെന്നൊന്നും പറയരുത്. മിക്കവാറും ഇവൻ ക്യാഷ് ചോദിച്ചു കാണും. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്നത്, അല്ല സുധി, നീ ക്യാഷ് ചോദിച്ചോടാ അവനോട്? ഞാൻ ക്യാഷ് ചോദിക്കാനോ? ഞാൻ ക്യാഷ് ഒന്നും ചോദിച്ചില്ല അച്ഛാ, എനിക്ക് അങ്ങനെ ക്യാഷ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ശരിയാ, ഇവൻ ക്യാഷ് ചോദിക്കാൻ വഴിയില്ല അച്ഛാ. കാരണമുണ്ട്. കാരണമേ, ഇവന്റെ അമ്മായിച്ചനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടോ? അതുകൂടി ഇവിടെയുള്ളവരാരും കണ്ടിട്ടില്ല, ഫോണിൽ കൂടി സംസാരിച്ചിട്ടുമില്ല. പിന്നെ ഇവരെങ്ങനെ ക്യാഷ് ചോദിക്കും? ഇതൊന്നുമല്ല, വേറെ എന്തോ ഉണ്ട് അച്ഛാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാട്ടോ കാര്യങ്ങൾ വല്ലാത്ത കുഴപ്പം പിടിച്ച് കിടക്കുകയാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അദ്ദേഹം അല്ലാതെ ഇവന്റെ അക്കൗണ്ടിലേക്ക് ആരാ പിന്നെ പൈസ അയക്കണത്? നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? അതാണ് ചോദ്യം. അതാണിപ്പോ എൻ്റെ അമ്മ പറഞ്ഞതാണ് ചോദ്യം. അപ്പൊ ആരാണ് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചത്? രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിക്കേ, അവരുടെ മുഖത്ത് എന്തോ കള്ളത്തരത്തിന്റെ ലക്ഷണങ്ങളില്ലേ? കാണുമ്പോ തന്നെ നമുക്കറിയാലോ. അല്ല സുധി, നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേടാ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി മുഖത്തേക്ക് നോക്കുന്നില്ല കേട്ടോ, കുനിയ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, കണ്ടോ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു, ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാനില്ല. നിനക്ക് എന്താ വട്ടുണ്ടോ? നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? എൻ്റെ ഭർത്താവിന് എൻ്റെ അച്ഛൻ പൈസ അയച്ചതേ ഇത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് തരാൻ വേണ്ടി തന്നെ അച്ഛൻ ക്യാഷ് എടുത്തു വെച്ചത്. ഇളയച്ഛൻ അത് എൻ്റെ പേരിൽ അയക്കാൻ നോക്കിയപ്പം അത് വേണ്ട, സുധിയുടെ പേരിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു.
അതിനിപ്പോ എന്താ തെറ്റ്? ഇത് വലിയ കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. കൊലക്കുറ്റമാണോ? പിന്നെ സുധിക്ക് ബിസിനസ് തുടക്കാനുള്ള സുധിക്ക് ബിസിനസ് തുടങ്ങാനുള്ള എമൗണ്ടാ അത്. അതിപ്പോ എന്റെ പേരിലേക്ക് അയച്ചാലും ഞാനത് സുധിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ പിന്നെ സുധിയുടെ പേരിലേക്ക് അയക്കുന്നല്ലേ നല്ലത്. ഓ, അച്ഛാ കേട്ടോ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് മാത്രമൊന്നും അല്ല, ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാനാണ് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാനേ ഇളയച്ചനോട് പറഞ്ഞത്, അല്ലാതെ വേറെ ആരുമല്ല. ഉം പിന്നെ ഇതില് എന്താ ആന്റി ദുരൂഹത? അതെന്താ അതെന്താ പ്രശ്നം? സച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉം ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അച്ഛൻ നിന്റെ നല്ലതിന് വേണ്ടി ക്യാഷ് തന്നു. ദേ, ഇവന്റെ ഭാര്യയുടെ സൈഡിൽ നിന്നും ഇവരൊന്നും കിട്ടുന്നില്ലല്ലോ മോളെ. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കേട്ടപ്പോ നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയി പോയിട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അസൂയ കുശുമ്പ് ഒക്കെ കാണില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ എന്റെ തലക്കിട്ട് അമ്മ കൊട്ടാത്തതെന്ന്. ദേ, എന്നെ പറയാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ലല്ലേ? എന്തെങ്കിലും പറയുമ്പം എൻ്റെ പേര് എടുത്തിടണം, ഇല്ലാതെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ലല്ലേ? അധ്വാനിക്കാൻ ശേഷിയുള്ള നാണവും മാനവും ഉളുപ്പുള്ള നല്ല മീശ വെച്ച ആണുങ്ങള് അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാറില്ല. അതാണ് ആണുങ്ങള്. ആ വീട്ടുകാരുടെ ഒരു ഔദാര്യവും കൈപ്പറ്റാറില്ല. ഇതിപ്പം ഇതിപ്പം എന്തുവാ? ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് പറഞ്ഞു, അടിപൊളി അടിപൊളി രേവതി, അടിപൊളി കേട്ടോ. ശരി സച്ചേട്ടാ. പിന്നെ എൻ്റെ സച്ചേട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താലും അദ്ദേഹം അത് വാങ്ങത്തില്ല. അതുപോലെ ഒരു മിടുക്കനായ ഭർത്താവാ എനിക്കുള്ളത്. ഹേയ്, അടിപൊളി അടിപൊളി രേവതി, നീ ഇങ്ങോട്ട് വന്നേ, കെട്ടിപ്പിടിച്ച് ഞാൻ ഒരു ഉമ്മ തരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയും, എൻ്റെ പൊന്ന് സച്ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കാനും. സത്യം പറഞ്ഞാൽ ശ്രുതിക്കും അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ ഈ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, അതെ, അദ്ദേഹത്തിന് വേണ്ടതേ അദ്ദേഹം സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്, അതിനുള്ള കഴിവുണ്ട്. ഭാര്യ വീട്ടിൽ പോയി യാചിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് നിൽക്കില്ല കേട്ടോ. ഇനി അമ്മ അതും കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അപ്പം ഞാൻ ഈ ക്യാഷ് എൻ്റെ ഭാര്യ വീട്ടുകാരോട് യാചിച്ചു മേടിച്ചെന്നാണോ പറയുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ അമ്മ പറഞ്ഞതിനുള്ള മറുപടിയാ കൊടുത്തത്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് നോക്കിയത്, ആരെ? സച്ചിനെ. അപ്പൊ സച്ചി പറഞ്ഞു, നീ ഇപ്പൊ ചിന്തിക്കുന്നത് വേറൊന്നുമല്ല, എന്റെ കാറിനെ കുറിച്ചല്ലേ? അതെന്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കി തന്ന പൈസയും കൊണ്ട് മേടിച്ചതല്ലേ ആ കാറ്, അല്ലേ? ആ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ശ്രുതി മേഡത്തിന്? സോറി, ശ്രുതി സാറിന്, ശ്രുതി മേഡത്തിന്. എന്റെ പൗഡർ എടുത്തി പറയുമ്പം അങ്ങോട്ടേക്ക് തിരിച്ചു പറയുന്നത് കേൾക്കാനും ബാധ്യസ്ഥരാകണം കേട്ടല്ലോ, അല്ലെങ്കിലേ അത് വലിയ പ്രശ്നമാകും. വായടപ്പിക്കുന്ന ഡയലോഗ് എൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴത്തേക്കും ദേ ആർക്കും ഒന്നും മിണ്ടാനില്ലേ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, മതി മതി സച്ചി, മതി മതി, പെട്ടെന്ന് കഴിച്ചിട്ട് അവരവരുടെ ജോലി നോക്കാൻ നോക്ക്, മതി മതി, ഇതിന്റെ ഇവിടെ കിടന്ന് ഇനിയിപ്പോ ഭക്ഷണത്തിന്റെ മുമ്പിൽ കിടന്ന് തല്ലൊന്നും ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ രവീന്ദ്രൻ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ കഴിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിക്കുകയാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ കഴിക്കുന്നു, ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ തന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഇടയ്ക്ക് സച്ചിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം സച്ചി ആരാ മോന്, സച്ചിയുടെ അടുത്ത് ഈ വക കളിയൊന്നും നടക്കത്തില്ലെന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സുധി കട്ടിലേ കിടന്ന് ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് കളിക്കുന്നു ഇങ്ങോട്ട് കളിക്കുന്നു, ഭയങ്കര ഗെയിം കളി. ഇത് കണ്ടോണ്ട് നമ്മുടെ ശ്രുതി കയറി വരിക. ശ്രുതി കയറി വന്നിട്ട്, ഓഹ് എൻ്റെ പൊന്നോ, എൻ്റെ ഒരു തലയിലെഴുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് വാതിലൊക്കെ അങ്ങ് അടച്ചു. വാതിലടച്ചിട്ട്, ഇത് ഇങ്ങോട്ട് നോക്കിക്കേ സുധി, ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞത് സുധി എന്ന് പറഞ്ഞ് സുധിക്കിട്ട് ഒറ്റ ഒരു അടി കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഞെട്ടിയിട്ട്, എന്താ മോളെ, എന്താ നീ എന്താ തലകണയൊക്കെ എടുത്ത് പൊക്കി പിടിച്ചിരിക്കുന്നത്? തലകണ കൊണ്ട് അടി മേടിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല, എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. നിങ്ങളുടെ സംസാരമോ കുഴപ്പം? നിങ്ങളുടെ സംസാരം ഒന്ന് നിർത്താമോ? എല്ലാവരുടെയും മുമ്പിൽ ഇരുന്നിട്ട് ക്യാഷ് വന്നത് ശ്രുതിയുടെ അക്കൗണ്ടിലാണെന്ന് എന്തിനാ പറഞ്ഞത്? അത് പിന്നെ എനിക്ക് ക്യാഷ് കിട്ടിയ ഒരു സന്തോഷത്തില് അങ്ങ് പറഞ്ഞതാ. സച്ചി അങ്ങനെ പറഞ്ഞപ്പം ഒരു ആവേശത്തില് അങ്ങനെ പറ്റിപ്പോയതല്ല, പറ്റിക്കുന്നത്. ഓ, സച്ചിക്ക് എന്ത് സംശയമുണ്ട്? അതെന്താ സുധി മനസ്സിലാക്കാത്തത്?
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തോ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ സച്ചി ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതാ. ഓ, എന്റെ പൊന്നു ശ്രുതി, നീ എന്തിനാ ഇതൊക്കെ വലിയ കാര്യമാക്കുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. അവൻ ഇത് സ്ഥിരമുള്ളതാ. എന്തെങ്കിലും പറഞ്ഞ് എന്നെ ചൊറിയുന്നത് സ്ഥിരം ഹോബി അവന്റെ. ഇതേ അവൻ ചുമ്മാ ചൊറിയുന്നൊന്നുമല്ല. നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അറിയാതെ വീണ് കഴിഞ്ഞാൽ ആ ക്യാഷിന്റെ കാര്യം തീരുമാനമാകും. അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അങ്ങനെ എടുത്ത് അച്ഛന് കൊടുക്കേണ്ടി വരും. ഓർത്തോ? അയ്യോ മോളെ, നീ എന്താ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ക്യാഷ് എടുത്ത് ചെലവാക്കും. ആഹാ, അക്കൗണ്ടിലുണ്ടെങ്കിലല്ലേ അത് ചെലവാക്കേണ്ട കാര്യമുള്ളൂ. എന്റെ പൊന്നു സുധി, സമ്മതിക്കണം. അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സുധി സത്യം പറയുമോ? ആ, ചോദിച്ചോളൂ. അതെ, സുധി ശരിക്കും മണ്ടനാണോ, അതോ ഇനിയിപ്പം മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഈ എലിയെ പേടിച്ച് ആരെങ്കിലും ഇല്ലം ചൂടുവോ? എന്റെ പൊന്നോ, ഓ, എനിക്ക് അറിയത്തില്ല സുധി. ഓ, എന്താ സുധി പറയുന്നത്? സച്ചിനെ പിടിച്ച് ക്യാഷ് എടുത്ത് ചെലവാക്കും പോലും. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. തൽക്കാലം അതൊന്നും ആലോചിച്ച സുധി തല പുണ്ണാക്കണ്ട. യാഷപ്പം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാം. അതുപോലെ ഒന്ന് ചെയ്താൽ മതി. ആ, പിന്നെന്താ കുഴപ്പം? ഞാൻ അതുപോലെയല്ലേ ചെയ്യത്തുള്ളൂ. ശ്രുതി, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യത്തുള്ളൂ. ക്യാഷിനെ കുറിച്ച് ഇനി ആരോടും ഒന്നും പറയാൻ നിൽക്കേണ്ട. സച്ചിയുടെ മുമ്പിൽ ഒറ്റയ്ക്കൊന്നും പോയി ചാടി കുളവാക്കരുത്. ഇല്ല, ഞാൻ ആയിട്ട് അവന്റെ മുമ്പിലൊന്നും പോയി ചാടത്തൊന്നും ഇല്ല ശ്രുതി. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. പക്ഷെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടിയാന്ന് അവന്റെ. എപ്പോഴാ എവിടെ വെച്ചാൽ നമ്മുടെ മുമ്പിൽ വന്ന് ചാടുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ആ വണ്ടിയെ അധികകാലം ഓടിയാൽ ശരിയാവില്ല. സച്ചിനെ ബ്രേക്കിട്ട് നിർത്താൻ പറ്റിയ ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, അവന്റെ ഭാര്യയാണ് രേവതി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. രേവതി മുഖേന മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗുഡ് ഐഡിയ ശ്രുതി, നിന്നെ കൊണ്ട് പറ്റും ശ്രുതി. നീ ചെല്ല്, നീ രേവതിനെ കൊണ്ട് ബ്രേക്ക് ഇടിപ്പിക്കാൻ പഠിപ്പിക്കുക. നീ ചെല്ലാൻ പറയാണ്. ഏതായാലും നമ്മുടെ ശ്രുതി അവിടുന്ന് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ പൊട്ടനെന്ന് പറഞ്ഞ ഇതുപോലെ ഒരു പൊട്ടനുണ്ടോ? എന്ത് പൊട്ടനല്ലേ നമ്മുടെ ശ്രുതി. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ നമ്മുടെ രേവതി എന്തൊക്കെയോ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചണാണല്ലോ രേവതിയുടെ ലോകം. ഏതായാലും കിച്ചണിൽ ഇങ്ങനെ എന്തോ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്ന് രേവതിനെ വിളിക്കുകയാണ്. അപ്പൊ രേവതി ശ്രുതിനെ കണ്ടതും, എന്താ ശ്രുതി, കോഫി വല്ലതും വേണോ എന്നിങ്ങനെ ചോദിച്ചപ്പം, എനിക്ക് കോഫിയൊന്നും വേണ്ട, എനിക്ക് രേവതിയോട് സംസാരിക്കാനുണ്ട്. എന്താ ശ്രുതി, എന്താ കാര്യം? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതിന്റെ കാര്യം നിങ്ങൾക്കുണ്ടോ? അല്ല ശ്രുതി എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്തതോ അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതോ? അയ്യോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടാതെ പറ. എനിക്കിവിടെ വേറെ പണിയുണ്ട്. എന്റെ അച്ഛൻ എന്റെയോ ശ്രുതിയുടെയോ പേരിൽ ക്യാഷ് അയക്കും. അതിന് സച്ചിക്ക് എന്താ കുഴപ്പം? സച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏ ഏത് അക്കൗണ്ടിൽ പൈസ അയച്ചാലും സച്ചിയുടെ എന്താ കുഴപ്പം? ഒരു പ്രശ്നവുമില്ല. എന്താ ശ്രുതി ഈ പറയുന്നത്? പിന്നെ എന്തിനാ സച്ചി ഈ ക്രോസ് വിസ്താരം ഒക്കെ നടത്തുന്നത്? അയ്യോ, അത് ക്രോസ് വിസ്താരം ഒന്നും അല്ല. സച്ചേട്ടൻ ക്രോസ് വിസ്താരം തുടങ്ങിയാലേ അതിങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് താങ്ങാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് ചുമ്മാതെ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. ചുമ്മാതെ ഒന്നുമല്ല. അസൂയ. മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തനി കുശുമ്പ്. ദേ ശ്രുതി, ആളറിഞ്ഞു വേണം സംസാരിക്കാൻ. ചുറ്റുമുള്ളവർ നല്ല നിലയിൽ ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാ സച്ചേട്ടൻ. നിന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണം ചിലപ്പം കാണും. നമ്മൾ എന്തിനാ അതിന്റെ പേരിൽ തർക്കിക്കാൻ നിൽക്കുന്നത്? ശ്രുതിക്ക് കിട്ടുന്ന പണത്തിന്റെ കാര്യമൊക്കെ സച്ചിനെ ബോധിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. ഈ വീട്ടിൽ നിന്നും സച്ചേട്ടനും കൂടെ അവകാശപ്പെട്ട പൈസ കൊണ്ടുപോയി കളഞ്ഞ ആളാണേ ശ്രുതിയുടെ ഭർത്താവ്. അത് തിരികെ കൊടുക്കുന്നത് വരെ ചിലപ്പം ഇതുപോലെ ചോദ്യങ്ങളും അതിന് മറുപടിയൊക്കെ കൊടുക്കേണ്ടി വരും. അല്ല, അതിന് നീ ഇപ്പം എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? കാര്യം പറഞ്ഞ പോരെ? അല്ല, അത് ശ്രുതിയുടെ അച്ഛൻ തന്നെയല്ലേ പൈസ അയച്ചു തന്നത്? അതെന്താ രേവതി അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങളുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോഴേ വേറെ ആരോ അയച്ച ക്യാഷ് അച്ഛൻ അയച്ചതാണെന്ന് കള്ളം പറയുന്നതൊക്കെയാണെന്ന് തോന്നുക. അതുകൊണ്ട് ചോദിച്ചതാ. അതെ, കള്ളത്തരം കാണിക്കുന്ന കാര്യമൊന്നും എനിക്കുമില്ല, എൻ്റെ ഭർത്താവിനുമില്ല. അച്ഛന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കും. ആ കണക്കിന്റെ പേരിൽ ആരും ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കും ഇഷ്ടമല്ല രേവതി. ഇതവർ ചേട്ടനും, രേവതി എന്നല്ല ശ്രുതി, ഇത് ചേട്ടനും അനിയനും ഉള്ള കാര്യമല്ലേ. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയട്ടെ. അയ്യോ, പിന്നെ ചേട്ടനോടുള്ള സ്നേഹവും അനിയനോടുള്ള സ്നേഹവും കരകവിഞ്ഞ് ഒഴുകുകയല്ലേ. ഇതൊന്നുമല്ല. ശ്രുതിയുടെ പേരിൽ കുറച്ച് ക്യാഷ് വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, ശ്രുതിനെ കൊച്ചാക്കി കാണിക്കണം. അതിനു വേണ്ടിയ ക്യാഷിന്റെ കാര്യത്തിൽ ഇത്രയും ചോദ്യങ്ങളൊക്കെ രേവതിയുടെ ഭർത്താവ് ചോദിക്കുന്നത്.
ഓഹോ, അപ്പം സുധി ഞങ്ങളെയും കൊച്ചാക്കിയിട്ടുണ്ടല്ലോ. അല്ല, ഓർമ്മയില്ലേ? കാറ് മേടിക്കാനുള്ള പണം എവിടെന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചത് മറന്നുപോയോ ശ്രുതി? ആ, ശ്രുതി ആയിരുന്നല്ലോ അല്ലേ അത് ചോദിച്ചത്. അത് പിന്നെ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. ഇതും സച്ചേട്ടൻ അറിയാൻ വേണ്ടി ചോദിച്ചതാന്ന് കരുതിയാൽ മതി. ശരി ശരി, സമ്മതിച്ചു രേവതി, ഞാൻ അത് ചോദിച്ചത് തെറ്റായി പോയി, ഇനി ആവർത്തിക്കില്ല. പോരെ? ഇനി എന്റെ കാര്യത്തിലും ഇടപെടരുത്. ഇനി സച്ചിയോട് പറഞ്ഞേരെ, ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാല് ഇതല്ലായിരിക്കും. എന്തിനാ ശ്രുതി എന്നോട് പറയുന്നത്? ശ്രുതിക്ക് സച്ചിയേട്ടനോട് നേരിട്ടങ്ങ് പറയത്തില്ലേ? സ്വന്തം ഭർത്താവിന്റെ അനിയനല്ലേ. പറയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംസ്കാരം ഇല്ലാത്ത അവനോട് സംസാരിച്ചിട്ട് ഈ വീടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒതുങ്ങുന്നതാ. അല്ലാതെ വേറൊന്നുമല്ല. അതിനർത്ഥം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് മടിയുണ്ടെന്നൊന്നും അല്ല കേട്ടോ. പറ്റുമെങ്കിലേ ഭർത്താവിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയേരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോയിട്ടോ. ഇതിൽ രേവതിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെ ആയിപ്പോയി. ഇത്രയൊക്കെ പിടിച്ചു നിന്നു കേട്ടോ, സംസാരിച്ച് പിടിച്ചൊക്കെ നിന്നെങ്കിലും കേട്ടപ്പോ അങ്ങ് എന്തോ പോലെ ആയി പോയി നമ്മുടെ രേവതിക്ക്. അപ്പോഴാണ് നമ്മുടെ സച്ചി ഒരു പാട്ടൊക്കെ പാടി കാറൊക്കെ ഇങ്ങനെ കഴുകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ സച്ചി പാടുന്ന പാട്ട് വേറെ ഒന്നുമല്ല കേട്ടോ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പാടുക. രേവതി ഓടവാളും എടുത്തോണ്ടെങ്കിൽ വന്നില്ലേ, വന്നൊരൊറ്റ പിച്ചു കൊടുത്തുട്ടോ. രേവതി സച്ചി പേടിച്ചു പോയി. സച്ചി പേടിച്ചു പോയിട്ടോ. സച്ചി പെട്ടെന്ന് എന്താണ് നീ കാണിച്ചത്? നീ എന്തിനടി ഞുള്ളിയത്? നീ എന്താ പാട്ട് പാടിയനാണ് ഞുള്ളിയത്? നിങ്ങൾ നന്നായിട്ട് നടക്കത്തില്ലല്ലേ? മറ്റുള്ളവരുടെ വിഷയത്തിൽ തലയിടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തിനാ അവരോട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? ചോദിച്ചാലല്ലേ രേവതി ഉത്തരം കിട്ടത്തുള്ളൂ. ഉത്തരം കിട്ടുമ്പോഴല്ലേ എന്റെ സംശയം തീരത്തുള്ളൂ. അതിന് എന്റെ കുഞ്ഞുമോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെന്ന് പറഞ്ഞ് രേവതിനെ പിടിച്ച് കുലുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്റെ പൊന്നു സച്ചേട്ടൻ ഒന്ന് നിർത്ത്. എന്ത് ഉത്തരവാ സച്ചേട്ടന് കിട്ടേണ്ടത്? ദേ ഞാനും അച്ഛമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് സച്ചേട്ടൻ കേൾക്കാറുണ്ടെന്നല്ലേ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരുടെ വിഷയത്തിൽ ഇടപെടരുതെന്ന്. എന്നിട്ട് വീണ്ടും തുടങ്ങി. അത് പിന്നെ പാർലറേട്ടത്തിയുടെ അച്ഛൻ അവരുടെ പേരിലല്ലേ പൈസ അയക്കുക, അല്ലാതെ സുധിയുടെ പേരിൽ ക്യാഷ് അയക്കുമോ? ഒരു സംശയം ചോദിച്ചാൽ കുറ്റമാണോ എൻ്റെ രേവതി? ആരുടെ പേരിൽ ക്യാഷ് അയച്ചാൽ സച്ചേട്ടൻ എന്താ കുഴപ്പം? അത് അവരുടെ പണമല്ലേ. നിങ്ങളുടെ വെറുതെ ഒന്ന് എന്തിനാ ഈ നാക്കിട്ട് കിടന്ന് അടിക്കുന്നത്? എല്ലില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറയരുത്. സച്ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് ഇതിന്റെ പേരിൽ എനിക്കാ വഴക്ക് കേൾക്കുന്നത്. ഓഹോ, അവള് നിന്നെ വഴക്ക് പറഞ്ഞോ? പൗഡർ ഇടത്തി അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം പറഞ്ഞു അകത്ത് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഇവിടെ ഇരിക്കും മനുഷ്യ എന്ന് പറഞ്ഞു. അതെന്താ നീ സമ്മതിക്കാത്തത്? പൗഡർ എടുത്തിട്ട് എനിക്ക് ചോദിക്കണം. സച്ചേട്ടാ, ഇതുവരെ ചോദിച്ചൊന്നും പോലെ സച്ചേട്ടന്. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു പോവുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യൻ. ഈ വാക്യകത്ത് പോലെ പാസ്റ്റർ ഞാൻ ഒട്ടിച്ചു തരും. അതെ, പാസ്റ്റർ ഒന്നും ഒട്ടിക്കണ്ട. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ പൊന്ന് സച്ചേട്ടാ, ഞാൻ കൈകൂപ്പി പറയുക, ദയവേത് വാ തുറക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, മുഖത്തിന്റെ ഷേപ്പ് മാറുന്ന രീതി നല്ല ഇടി കിട്ടണം, എങ്കിലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. എന്താ രേവതി ഇപ്പൊ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? നമ്മളായി നമ്മുടെ പാടായി എന്ന് കരുതി അങ്ങനെ കഴിഞ്ഞാൽ പോരെ? എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതിന്റെ കാര്യം ഉണ്ടോ സച്ചേട്ടാ? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എന്റെ സച്ചേട്ടാ, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ സച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എന്റെ പൊന്നു രേവതി, സച്ചി നിന്റെ കൺമുമ്പിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാല് ഞാനത് ചോദിക്കും. അതിപ്പോ നിന്റെ കൺമുമ്പിലല്ല, ആരുടെ കൺമുമ്പിലാണെങ്കിലും. അല്ല, എന്തു പറ്റി രേവതി? എന്താ എന്താ നിനക്ക് പറ്റിയത്? അല്ല, എന്റെ കൺമുമ്പിൽ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചോദ്യം ചെയ്യുന്നതാണോ നിന്റെ കുഴപ്പം? സച്ചേട്ടൻ അത് ചോദ്യം ചെയ്യുന്നു വന്നു അല്ല സച്ചേട്ടാ കുഴപ്പം. ചോദ്യം ചെയ്യേണ്ട രീതികളുണ്ട്. ഇതിപ്പോ എന്തിനും ഏതിനും അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക? അതുമല്ല അച്ഛമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ അനാവശ്യമായിട്ട് ആരുടെയും കാര്യത്തിൽ ഇടപെടരുതെന്ന്. സച്ചേട്ടൻ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചൂടെ? എന്തിനാ ഇടപെടുന്നത്? രേവതി, എന്റെ കൺമുമ്പില് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ആര് വിചാരിച്ചാലും തിരുത്താൻ പറ്റത്തില്ല. അതെ, നീ ടീച്ചർ, ഞാന് പരീക്ഷാ പേപ്പർ, നീ അത് തിരുത്തി മാർക്ക് കൂടുതലിടണം. നീ തിരുത്തിക്ക്, എന്റെ മുതുകില് നീ എഴുതി തിരുത്ത്, എന്നിട്ട് മാർക്ക് കൂടുതലിട്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഞാനല്ലേ ജയിച്ചത്, മാർക്ക് കൂടുതലിട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചിരി വന്നിട്ട് ഒരു ചിരി ചിരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി, രേവതി ചിരിക്കുന്നോ? നല്ല ദേഷ്യത്തിൽ വന്നിട്ട് ഇപ്പൊ ഇരുന്ന് ചിരിക്കുന്നു. അത് പിന്നെ ആര് ചിരിച്ചു? ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല.
അല്ല പിന്നെ നീ കരയാണ് ചെയ്തത്? ദേ നിന്റെ മുഖത്ത് ചിരിയാണല്ലോ. ചിരി വരുമ്പോ ചിരിക്കണം, ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടണം, കരയാൻ വരുമ്പോ കരയണം. ഇതൊക്കെ പിടിച്ചു നിർത്തുന്നതേ ആരോഗ്യത്തിന് ഹാനികരമാ. അത് സൂക്ഷിച്ചോണം കേട്ടോ. നമുക്ക് എന്ത് വികാരം ഉണ്ടാവുന്നോ അത് പ്രകടിപ്പിക്കണം. അല്ല, എന്റെ സംശയം ഇനിയുമുണ്ട് കുറെ സംശയങ്ങളൊക്കെ. അതൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിക്കും, തുടരും. ആ, നീയേ ഈ ടൂൾസ് ഒക്കെ എടുത്തേ അകത്ത് കൊണ്ടുവച്ചേ, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ. സത്യത്തിൽ സച്ചിയുടെ മുമ്പിൽ ആരുടെയും അടഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി നിന്ന് ചിരിച്ചപ്പോഴത്തേക്ക് സച്ചി പുറകോട്ടൊന്ന് വന്നിട്ട് എന്തു പറ്റി വീണ്ടും ചിരിക്കുന്നത്? ആ, അതെ 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 അതെ, ഇത് പൊട്ടിച്ചിരിക്കുകയാണല്ലോ. ഓ എന്റെ പൊന്നു സച്ചേട്ടാ, ഒന്ന് പോകുന്നുണ്ടോ? ഇത് വെച്ച് ഞാൻ തലക്കെട്ട് തരൂ കേട്ടോ. ഞാൻ പോയേക്കാം, എന്നാലും ചിരിച്ചേ. ദേഷ്യപ്പെട്ടു വന്ന രേവതി ചിരിച്ചേ. ഈ സച്ചിനെ കൊണ്ട് അതൊക്കെ സാധിക്കുന്നില്ലേ? പിന്നെ പാമ്പ് പോലെ വന്നത്, അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ സച്ചി. എന്നിട്ട് ആ ഒരു സീൻ അങ്ങ് തീരാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയും മീരയാണ്. അങ്ങനെ മീര പറയുകയാണ്, ഓ സമ്മതിച്ചു കേട്ടോ. ഓ എന്ത് ബുദ്ധിയാടി നിനക്ക്. ഇപ്പം ജയിലിൽ കിടക്കുന്ന അച്ഛൻ ലക്ഷങ്ങൾ അയച്ചു തന്നിരിക്കുന്നു. ഇനിയിപ്പം ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി പോലും വിശ്വസിക്കത്തില്ല. അച്ഛനെ പോലെ അല്ല, അച്ഛന്റെ കാര്യത്തിൽ ആകെപ്പെട്ടിരിക്കുമ്പോഴാണ് നീലിമ വന്നത്. പിന്നെ ശ്രുതിയെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഡീലങ്ങ് സെറ്റാക്കി. അതുകൊണ്ട് ഇപ്പൊ എന്താ അവർക്കിപ്പോ സ്നേഹം കൂടി. നിലത്ത് വെക്കാതെ എന്നെ ഇപ്പൊ നോക്കുന്നത്. അവരുടെ സ്നേഹം ഉണ്ടല്ലോ, അത് നീ സൂക്ഷിക്കണം. ശരിക്കും ആ സ്ത്രീയെ ഒരു താടക താലിമാറ്റലിന്റെ അന്ന് ഞാൻ ആ പെണ്ണുപിള്ളയുടെ സ്വഭാവം കണ്ടതല്ലേ. അറിയാം മീരെ, അറിയാം. ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് ജീവിക്കുന്നത്. ഒരിക്കലും അവർക്ക് പിടി കൊടുക്കരുത്. അങ്ങനെ പെട്ടെന്നൊന്നും ദൈവം എന്നെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പി എ വരുന്നത് കേട്ടോ. പി എന് നിങ്ങൾക്ക് അറിയാലോ, വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയുടെ ശത്രു. ആ ഒരു നവീൻ എന്നല്ലേ പേര്. അങ്ങനെ പി എ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ പൈസ ചോദിക്കാൻ വേണ്ടി ആയിരിക്കും പുള്ളിക്കാരൻ വരുന്നത്. പുള്ളിക്കാരൻ പൈസ ചോദിക്കാനാണല്ലോ വരുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാമേ. അതിനു മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ രേവതിയുടെയും സച്ചിയുടെയും കഥ കഴിഞ്ഞു. ഇനിയിപ്പോ നയനയുടെ മാതച്ചന്റെയും കഥയായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.